സാൻഡ് ചിക്കൻ ആവശ്യം മണൽ നമുക്ക് ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വണ്ടർ ഓഫ്. ഞാൻ അബു. അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി ചിക്കൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഡിഷിൻ്റെ പേരാണ് സാൻഡ് ചിക്കൻ. ഒന്നുമില്ല, നമ്മൾ ചിക്കന് മണലിലാണ് ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നത്, ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചിക്കനിൽ വരയിടാം. വരയിടുന്നതിന് മുന്നേ നമ്മൾ ചിക്കനെ ഇന്ന് പരത്തിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ മുഴുക്കോഴിയല്ല ഉണ്ടാക്കുന്നത്. അതിന് മുന്നായിട്ട് നമ്മൾ ഇവിടെ ഒരു കട്ട് ചെയ്ത് കൊടുക്കുക, ഇവിടെ ഈ ഭാഗം ഒരു കട്ട്, എന്നിട്ട് ഈ സെൻറ്റർ പോർഷൻ നല്ലപോലെ കട്ട് ചെയ്യുക. ഇങ്ങനെ കോഴിൻ്റെ ബ്രസ്റ്റ് പീസാണ്. അപ്പോൾ ഇപ്പോൾ കോഴി ഫുള്ളായിട്ട് പരന്നിട്ടുണ്ട്. ഈ ഷേപ്പിൽ വേണം നമ്മൾ ഉണ്ടാക്കണേ, അപ്പോഴേ നന്നായിട്ട് നമ്മുടെ ചിക്കൻ വേവുള്ളൂ. ഇനി നമുക്കിതിൽ വരയിട്ട് കൊടുക്കാം. ചെസ്റ്റിലോ അതേപോലെ വരയിടാം. കഴുത്തിൽ അപ്പോൾ നമ്മുടെ വരയിടൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സാൻഡ് ചിക്കൻ ആവശ്യമായ മസാല എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ്. ഇതൊരു സ്പെഷ്യൽ മസാലയാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടി പൊടിച്ച പൊടിയാണ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാണ്. ദെൻ അടുത്ത് വന്നിട്ട് ഇത് റോക്ക് സാൾട്ടാണ്. പിങ്കിഷ് കളറാണ്. ഇതിൽ ഒരുപാട് മിനറൽസൊക്കെ ഉള്ളതാണ്. പിന്നെ അടുത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാശ്മീരി ചില്ലി, അതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ അടുത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കുരുമുളക് പൊടി. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതൊരു 2 ടേബിൾ സ്പൂണ്. അത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച്. പിന്നെ അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പില വറുത്തരച്ചത ഒരു പൊടിയാണ്. അത് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ ഒരു മൂടി നാരങ്ങ, അതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് മസാല റെഡിയാക്കാം. നമ്മുടെ മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു മൂടി നാരങ്ങ ഫുള്ളായിട്ട് അങ്ങോട്ട് പിഴിയുന്നുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് മസാല ഒന്ന് നന്നായി പറ്റി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണ്. നമ്മളിങ്ങനെ ആമ്പൽ ഇലയിലാണ് മസാലയൊക്കെ പുരട്ടണത്. ആക്ച്വലി ആമ്പൽ ഇലയിൽ ഒരു പ്രത്യേകതയുണ്ട്. വെള്ളമാക്കി കഴിഞ്ഞാൽ വെള്ളം അതിൽ ഒട്ടിപ്പിടിക്കില്ല, റിപ്പലായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ മസാല റെഡി. നമുക്ക് വരഞ്ഞു വെച്ച കോഴിയിൽ മൊത്തം തേച്ച് പിടിപ്പിക്കാം. കവഴ്ത്തി വെച്ച് ഇതിനുള്ളിലൊക്കെ നന്നായിട്ട് ആദ്യം ആക്കി വിടുന്നുണ്ട്. ഈ കറിവേപ്പിലയുടെ മണം ഉണ്ടല്ലോ, നല്ല പോലെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ്. അപ്പം ഈ കാലിൻ്റെ ഇവിടെയൊക്കെ അറുത്ത് വെച്ച ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ഒക്കെ നന്നായി അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. പിടിപ്പിച്ച് നമ്മൾ ചുരുങ്ങിയത് എപ്പോഴും പറയുന്ന പോലെ ഒരു 2 മണിക്കൂർ, മിനിമം 1 മണിക്കൂർ അതെന്തായാലും മസ്റ്റാണ്. മിനിമം 1 മണിക്കൂർ, മാക്സിമം എത്രത്തോളം വയ്ക്കുന്നോ അത്രയും നല്ലതാണ് ശരിക്കും. കാരണം അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും നന്നായി കിട്ടുക. ഇനിയിപ്പോൾ കഴുത്തിലും കൂടി പരട്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ മസാല പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ച് ഉരുളി വെക്കാം. നമ്മൾ കുറച്ച് ഓലയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല വെയിലായതുകൊണ്ട് ഫയറായെന്ന് അറിയില്ല.
അടുപ്പൊന്ന് കത്തിട്ട് നമ്മുടെ ഉരുളി എടുത്ത് പടുത്തിക്കൊന്ന് വെച്ച് കൊടുക്കാം. ഈ ഉരുളിയിലാണ് നമ്മുടെ സാൻഡ് ചിക്കൻ ആവശ്യമായ മണലിട്ടിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. സാൻഡ് ചിക്കൻ ആവശ്യമായ മണൽ നമുക്ക് ഉരുളിയിൽ, ചൂടായ ഉരുളിയിൽ കൊട്ടി കൊടുക്കാം. അടുത്തൊരു റൗണ്ടും കൂടി മണൽ കൊട്ടുക. അപ്പം മണലൊന്ന് എല്ലാവിടെയും ചൂടാവാൻ വേണ്ടിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. എല്ലാവിടെയും നന്നായിട്ട് ഒന്ന് മണലിനെ പരത്തുക. അപ്പോഴേ മണൽ നന്നായിട്ട് ചൂടാവും. മണൽ ചൂടാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. മണൽ ചൂടാവാൻ കുറച്ച് കൂടുതൽ സമയം പിടിക്കും, പക്ഷേ ചൂടായി കഴിഞ്ഞാൽ ചൂട് പെട്ടെന്ന് ഇറങ്ങില്ല. അതാണ് മണലിൻ്റെ ചൂടിനുള്ളൊരു പ്രത്യേകത. അടുത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കനെ വാഴയിലയിൽ പൊതിഞ്ഞെടുക്കുക. കാരണം നമ്മൾ മണലിലിടുമ്പോൾ ഇതിനെ വാഴയിലും അലുമിനിയം ഫോയിലും ഒക്കെ വെച്ച് പൊതിയാനാണ് പ്ലാന്. ഇനിയൊരു വാഴയിലയും കൂടി വെച്ച് ഇതിനെ നന്നായി പൊതിഞ്ഞെടുക്കും. ഈ വാഴയിൽ പൊതിഞ്ഞ ചിക്കന് നേരെ നമ്മൾ ഫോയിലിൽ വെച്ച് നന്നായിട്ട് ഒരു 2 റോള് ചുറ്റിയെടുക്കുക. അപ്പോൾ എത്രത്തോളം നമ്മൾ നന്നായി ഫോയിലിൽ ചുറ്റണോ അത്രയും നല്ലതാണ്. മണ്ണ് കയറില്ല അത്രത്തോളം, അതുപോലെ നല്ലോണം വേവും ചെയ്യും. അപ്പോൾ നമുക്ക് ഫോയിൽ പരിപാടി മതിയാക്കും. ചിക്കന് അടിപൊളിയായിട്ട് ഫോയിലിൽ കിടത്തി നന്നായി റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ പറഞ്ഞാൽ, ഈ റാപ്പ് ചെയ്ത സാധനത്തെ നമ്മൾ മണലിലിട്ട് ചുടാൻ പോകലാണ് അടുത്ത പണി. അപ്പോൾ അത്യാവശ്യത്തിന് മണൽ ചൂടായിട്ടുണ്ട്. അത്യാവശ്യത്തിന്. നമുക്ക് ചിക്കൻ വെക്കാൻ വേണ്ടി കുറച്ച് മണലിനെ ഇങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് നീക്കിയിട്ട് അതിൻ്റെ നടുവിൽ നമുക്ക് ചിക്കൻ വെക്കാം. സോ ഇപ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഒരു ചെറിയ രീതിയിലൊരു കുഴിയെടുക്കുക ഫസ്റ്റ്. ഇല്ലെങ്കിൽ പാലക്കാട് നല്ല ചൂടാണ്, അതിൻ്റെ ഇടയിൽ ഈ മണലിൻ്റെ ചൂട് എല്ലാം കൂടി ഹെവി ആയിട്ടുണ്ട്. ചിക്കൻ വെക്കാനുള്ള ബെഡ് ഏകദേശം റെഡി ആയിട്ട് നമുക്ക് പതുക്കെ ഈ കുഴിച്ച കുഴിയിൽ ചിക്കനെ വെക്കാം. എന്നിട്ട് മെല്ലെ സൈഡെടുത്ത് മണ്ണിനങ്ങനെ മൂടി കൊടുക്കുക. ആദ്യം പറഞ്ഞില്ലേ, മണൽ ചൂടാവാനാണ് ബുദ്ധിമുട്ട്. ചൂടായി കഴിഞ്ഞാൽ ഹീറ്റ് നല്ലോണം നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡുള്ള മണലിലേക്ക് നേരെ ഇതിന് മുകളിൽ ഇങ്ങനെ കൂട്ടുക. അപ്പോൾ ചുരുങ്ങിയതൊരു 1-2 മണിക്കൂറെങ്കിലും നമുക്കിങ്ങനെ തീ കത്തിച്ചാലേ ആശ നല്ലോണം ചുട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സാൻഡ് ചിക്കൻ ഏകദേശം 2 മണിക്കൂറോളം മണലിൽ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് മണലങ്ങോട്ട് നീക്കിയിട്ട് സാധനം എടുത്തു നോക്കാം. അതിൻ്റെ പൊട്ടി വെള്ളം വരുന്നുണ്ടോ? കാരണം അതിൽ ജ്യൂസി ആയിട്ട് ഒരുമാതിരി ഉണ്ടാവും. അപ്പോൾ നമുക്കിതിനെ ഇലയിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് ചിക്കനെ അൺറാപ്പ് ചെയ്യാം. വേണ്ട, ഇതിനകത്ത് ചിക്കൻ വെന്തിട്ട് അതിൻ്റെ വെള്ളം പുറത്ത് പോകാൻ പറ്റാതെ ഒരുമാതിരി ജ്യൂസി ആയിട്ടുണ്ട്. ജ്യൂസി എന്നല്ല, ശരിക്കും അത് അതിൻ്റെ വെള്ളം മൊത്തം ഇതിനകത്ത് തന്നെ ഉണ്ട്. അതുമല്ല, ഈ വാഴയില എല്ലാം കൂടെ ആയിട്ട് നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. വാ, ചിക്കൻ അടിപൊളി മണം കേട്ടോ. ശരിക്കും ചാൻസില്ല. കണ്ടില്ലേ, ചിക്കൻ അടിപൊളിയായി വെന്ത് പൂ പോലെ ഉണ്ട്. ഇതാ കണ്ട ജസ്റ്റ് ഇങ്ങനെ കുത്തും, വെറുതെ മെല്ലെ വെച്ച് അമർത്തിയുള്ളൂ. അല്ല, ആവിയൊക്കെ അടിപൊളിയാണ് വരുന്നത്. നല്ല ഫ്ലഷിയായി അടിപൊളിയായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് ടേസ്റ്റ് ചെയ്യാം.
ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് നമ്മുടെ ടേസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ നല്ല ഫ്ലഷ് ആയിട്ട് പൂ പോലെ വരുന്നുണ്ട് അല്ലേ? പൂ പോലെ വരുന്നുണ്ട്. കഴി. അപ്പോൾ നമ്മളിന്ന് റംസാനൊക്കെ തുടങ്ങിയതുകൊണ്ട് നമ്മളിന്ന് നോമ്പിലാണ്, അതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു അനിയൻ ചക്കനുണ്ട്, അവൻ്റെ പേര് സുധീറാണ്. അപ്പോൾ അവനെയാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. കഴിക്ക്. എങ്ങനെയുണ്ട് സുധീറ നമ്മുടെ മണൽ ചിക്കൻ, മണലിൽ ചുട്ട ചിക്കൻ? നല്ല ടേസ്റ്റ് ഉണ്ട്. കുരുമുളകൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയുടെ കറിവേപ്പിലിട്ടതിൻ്റെ മണം എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. കറിവേപ്പിലിട്ട് മണം നന്നായി വരുന്നുണ്ട്. ചിക്കൻ വീണ് പോകണ്ട കേട്ടോ, നല്ലോണം ആകണ്ടില്ലേ, നല്ലോണം വെന്തിട്ടുണ്ട്. അത് എന്താ എല്ല് വേറെ ഫ്ലഷ് വേറെ ആയിട്ട് സെപ്പറേറ്റായിട്ട് വരുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നോമ്പ് കാരണം നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവനാണെന്ന് ഭാഗ്യം ചെയ്തവൻ. നമ്മളെ കുറച്ച് ബാക്കിയുള്ളത് എടുത്തു വെച്ചിട്ടേ ഒരു 5:45 6 മണി കഴിയും നോമ്പ് തുറക്കാൻ. എന്നിട്ട് നമ്മൾ കഴിക്കുന്നതായിരിക്കും. കഴിക്കും. ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഡിഫറെൻ്റ് ആയിട്ടുണ്ടോ? ഡിഫറെൻ്റ് ആയിട്ട് നല്ല സ്മൂത്തായിട്ട് ചിക്കൻ നല്ല സ്മൂത്തായിട്ട്. നല്ല സ്മൂത്തായിട്ട്. സ്മെല്ലിൽ എന്തെങ്കിലും ഡിഫറൻസ്? സ്മെല്ല് കുരുമുളകും കറിവേപ്പിലയുടെയും നല്ലപോലെ വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട് അല്ലേ? നല്ല മണം വരുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ടുണ്ട്. കഴി. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ സുധീർ എന്ന് വരുന്നത്. കഴിച്ചടാ, വേറെ കഴിച്ച് നമുക്ക് പരിപാടി തീർക്കണ്ടാവോ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മുടെ മണലിൽ ചുട്ട ചിക്കൻ്റെ അഭിപ്രായം നമ്മുടെ സുധീർ അനിയൻ ചേക്കൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൊണ്ടൊന്നും എന്തായാലും അഭിപ്രായം പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ പറ്റിയ ഒരൊറ്റ കാര്യം, നല്ല മണമുണ്ട്. അതിൽ 100% അല്ല 200% ഗ്യാരണ്ടിയാണ്. നല്ല മണമുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാണ് നല്ല ജ്യൂസി ചിക്കനാണെന്ന്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നമ്മുടെ മണലിൽ ചുട്ട ചിക്കൻ, നമ്മുടെ ഇതിന് പേരിട്ടിരിക്കുന്നത് സാൻഡ് ചിക്കൻ എന്നാണ്, അല്ലെങ്കിൽ സാൻഡ് പെപ്പർ ചിക്കൻ എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം പിടിക്കും, കാരണം മണലിൽ ചുട്ട് വരാൻ ഒരുപാട് ടൈം പിടിക്കും. അപ്പോൾ നമ്മുടെ ഈ സാൻഡ് ചിക്കൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ദെൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സുധീറ, നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ വരാം കേട്ടോ. അതുവരെയ്ക്കും ബൈ.